9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ 2024 നമ്മൾ കാല് വെക്കുന്നു. 2024 നമ്മുടെ ക്ലോക്ക് കാണിച്ചു കൊടുക്കൂ, ക്ലോക്ക് കാണിച്ചു കൊടുക്കൂ. പാപ്പാഞ്ഞി കത്തി എറിഞ്ഞു. പ്ലേ ക്ലോക്ക് പ്ലേ. അപ്പൊ അങ്ങനെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പുതുവർഷത്തേക്ക് ലോകം കടന്നിരിക്കുന്നു, ഇന്ത്യ കടന്നിരിക്കുന്നു. ദൃശ്യങ്ങളാണ്. പാപ്പാഞ്ഞി കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും തീരുകയാണ്. നാളെ മുതൽ പുതിയ ദുഃഖം, പുതിയ സങ്കടം ഒക്കെ ആയിരിക്കും. നാളെ മുതൽ സന്തോഷം, സന്തോഷം, ഫുൾ സന്തോഷം. പോയ വർഷത്തെ ദുരിതകാലത്തിന്റെ പ്രതീകമായ പാപ്പാഞ്ഞി കത്തുകയാണ്, ആഞ്ഞു കത്തുകയാണ്. സങ്കടങ്ങളാണ് കത്തുന്നത്, അവിടെ വേദനകളാണ് കത്തുന്നത്, അല്ലെങ്കിൽ ദുരിതങ്ങളാണ് കത്തുന്നത്. നാളെ മുതൽ ഈ ദുരിതങ്ങൾ ഇനി ഓർമ്മ, ദുരിതങ്ങളൊരു ചാരം. നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നത്, നാളെ മുതലല്ല, അത് അടുത്ത മിനിറ്റ് മുതൽ ഉണ്ടാകാൻ പോകുന്നത് സന്തോഷത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ പുതുവർഷമാണ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. തനിവെ ക്ലോക്ക് വരവേറ്റ് 2024 ലോകം വരവേൽക്കുന്നു. അടുത്ത കാലം സാക്ഷി, 24 സാക്ഷി നമ്മൾ പറയുകയാണ്. ഇക്കാലം അത്രയുമുള്ള ദുരിതങ്ങൾ, സങ്കടങ്ങളൊക്കെ അവിടെ കത്തിത്തീരുകയാണ് പാപ്പാഞ്ഞിയുടെ രൂപത്തിൽ, കോട്ടയത്ത് മറ്റൊരു രൂപത്തിൽ. അങ്ങനെ എല്ലാവിധ സങ്കടങ്ങൾ പ്രതീകാത്മകമായി അങ്ങനെ കത്തി ആകാശത്ത് വിലയം പ്രാപിക്കുന്നതിൻ്റെയും സന്തോഷങ്ങളുടെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പുതുവർഷമാണ് ഇനി വരാൻ പോകുന്നത്. ഒന്ന് അതാഗതമായിരിക്കുന്നു. ലോകം മൊത്തം ഒന്നാകെ ആഘോഷിക്കുകയാണ്. നമ്മൾ കോവളത്തെ കാഴ്ച കണ്ടു, നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ച കണ്ടു, നമ്മൾ കോട്ടയത്തെയൊക്കെ കാഴ്ച കഴിഞ്ഞ 3-4 മണിക്കൂറെ കാണുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വലിയ ആഘോഷത്തോടു കൂടി, വലിയ സ്നേഹത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി പുതിയ ഒരു വർഷത്തെ വരവേൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഈ വർഷം നല്ലൊരു വർഷം, ഏറ്റവും ഗംഭീരമായ, ഏറ്റവും സന്തോഷങ്ങൾ മാത്രം തരുന്ന, ഏറ്റവും സമാധാനവും സ്വാസ്ഥ്യവും ശാന്തിയും മാത്രം തരുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് 7 മണി മുതൽ തുടരുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുകയുമാണ്. ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ, പോയ വർഷത്തിന്റെ ദുരിതം മുഴുവൻ കത്തിത്തീരുകയാണ്. നമ്മൾ പുതുവർഷത്തിലേക്ക് എല്ലാവിധ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാൽ വെക്കുകയാണ്. ഈ വർഷം നല്ലത് മാത്രം സംഭവിക്കട്ടെ, നല്ലത് മാത്രം ഉണ്ടാവട്ടെ, സമാധാനം പുലരട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാവർക്കും എല്ലാ ദുരിതവും തീരട്ടെ, നല്ലത് മാത്രം സംഭവിക്കുന്ന 2024 നമ്മൾ കാൽ വെച്ചിരിക്കുന്നു. ലോകമെമ്പാടും ആഘോഷം നടക്കുകയാണ്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഫോർട്ട് കൊച്ചിയിൽ എല്ലാ ദുരിതത്തിൻ്റെയും അറുതി കുറിക്കുന്നു എന്ന പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ ആ പാപ്പാഞ്ഞി കത്തി അമരുന്നു. കോട്ടയത്തു നിന്നും, കോവളത്തു നിന്നും, കോഴിക്കോട്, വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ അത്തരം ദൃശ്യങ്ങൾ കാണുക. എല്ലായിടത്തും വലിയ ആഘോഷം, വലിയ സന്തോഷത്തോടെ, ആരവത്തോടെ പുതുവർഷത്തെ ലോകം മുഴുവൻ വരവേൽക്കുന്നത് പോലെ കേരളത്തിലും എല്ലാവരും വരവേൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഒരു പുതുവർഷം, എല്ലാവിധ ഐശ്വര്യത്തോടെയുമുള്ള ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. നല്ലത് മാത്രമായിരിക്കട്ടെ സംഭവിക്കുന്നത്, ശുഭകരമായ വാർത്തകൾ മാത്രമാവട്ടെ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ലോകമെമ്പാടും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാം മാറട്ടെ, ലോകം മാറട്ടെ എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സു തുറന്ന് ആശംസിക്കുന്നു. 2024 ലോകം വരവേറ്റിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആഹ്ലാദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഒക്കെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെയാണ് വരുന്നത്.
ഫോർട്ട് കൊച്ചിയിൽ ദുരിതകാലത്തിന് അറുതി കുറിക്കുന്ന പ്രതീക്ഷയിൽ പാപ്പാഞ്ഞി കത്തി അമർന്നിരിക്കുന്നു. പാട്ടും നൃത്തവും താളമേളങ്ങളും ഒക്കെയായി ജനങ്ങൾ പുതുവർഷത്തെ സ്വീകരിച്ചിരിക്കുകയാണ്, വരവേറ്റിരിക്കുകയാണ്. ലോകമെമ്പാടും നമ്മൾ വിവിധ മേഖലകളിലൂടെ ഈ മണിക്കൂറുകളിൽ കടന്നു പോവുകയായിരുന്നു. എല്ലായിടത്തും ആഹ്ലാദത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒക്കെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. വളരെ പ്രതീക്ഷയോടെ, പ്രതീക്ഷാ നിർഭരമായി ലോകം പുതുവർഷത്തിലേക്ക് കാൽ വയ്ക്കുകയാണ്. സന്തോഷത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2024 അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രം നൽകുന്ന, നല്ല വാർത്തകൾ മാത്രം ഉണ്ടാകുന്ന ഒരു നല്ല വർഷമായി മാറട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ ദുരിതത്തിൻ്റെയും രോഗപീഠകളുടെയും ഒക്കെ കാലത്തിൽ നിന്ന് പ്രതീക്ഷയുടെ പുതുവർഷത്തിലേക്ക് മനുഷ്യരാശി ഇതാ കടക്കുകയാണ്. ഇവിടെ പ്രതീക്ഷയോടെ എല്ലാ സ്ഥലങ്ങളിലും അതേ ആഘോഷത്തോടെ ഏകദേശം ഒരു വൈകിട്ടൊക്കെ മുതൽ തുടങ്ങി, ഒരു 6 മണി 7 മണി മുതൽ തുടങ്ങി, അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോൾ മുതലേ തുടങ്ങി ആഘോഷത്തിന്റെ കൾമിനേഷൻ സംഭവിക്കുന്നു. ഇപ്പോൾ അത് 2023 നിന്ന് ലോകം 2024 കാലെടുത്ത് കുത്തിയ മണിക്കൂറുകളിൽ വലിയ കരിമരുന്ന് പ്രയോഗത്തോടെ പാപ്പാനെ കത്തിക്കലിലൂടെയൊക്കെ 2024 എന്ന പുതിയ വർഷത്തിലേക്ക് ലോകം കടന്നിരിക്കുന്നു. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ അത് ആ പുതിയ വർഷം ഏതെങ്കിലും തരത്തിൽ വെറുപ്പുകളില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷങ്ങളില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള വിഷമമില്ലാത്ത, അല്ലെങ്കിൽ ധ്രുവീകരണ നീക്കങ്ങളില്ലാത്ത, ഒന്നുമില്ലാത്ത ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും സ്വാസ്ഥ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനുഷ്യനെ സ്നേഹിക്കുന്ന, സ്നേഹം മാത്രം പറഞ്ഞ, അല്ലെങ്കിൽ പോയ വർഷങ്ങളെ പോലെ മനസ്സ് മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ കാണാനിടയില്ലാത്ത ഒരു പുതിയ വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആദ്യം കിരിബാത്തി ദ്വീപിൽ പുതുവർഷമെത്തി, അതിനുശേഷം ന്യൂസിലാൻഡിൽ നിന്ന് പുതുവർഷം നമ്മൾ കണ്ടു. അതിനുശേഷം ഓസ്ട്രേലിയയിലൂടെ, ജപ്പാനിലൂടെ, ചൈനയിലൂടെ ഇന്ത്യയിലേക്ക് എത്തിയ പുതുവർഷത്തെ രാജ്യം ഡൽഹിയിലടക്കം വലിയ ആനന്ദത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, വലിയ ആവേശത്തോടെ വരവേൽക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ആഘോഷം അതിൻ്റെ പരകോടിയിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഏറ്റവും പീക്കിലെത്തിയതിനു ശേഷം പതിയെ താഴേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ആഘോഷം. കാര്യം 12 മണി എന്നുള്ള, അല്ലെങ്കിൽ 2023 24 കടക്കുന്ന ആ മിനിറ്റ് പരമാവധി ആഘോഷിക്കുകയാണ്. ആഘോഷത്തിന്റെ തുടർച്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. അശ്വിൻ പാലാഴി അവിടെ ഉണ്ട്. അശ്വിൻ, അവിടെ ആ പാപ്പാഞ്ഞി കത്തി അമരുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ കാലങ്ങളുടെ മുഴുവൻ ദുരിതങ്ങളുടെയും അത്തരം കാലങ്ങൾക്കൊക്കെ അവസാനം എന്ന സങ്കല്പത്തിലാണ് ആ പാപ്പാഞ്ഞി അവിടെ കത്തിയെരിഞ്ഞത്. വലിയ സന്തോഷത്തോടെ അവിടെ ആളുകൾ നൃത്തം ചവിട്ടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. എന്താണ് പുതിയ വിവരങ്ങൾ? ആളുകൾക്കൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ ഇപ്പോൾ? അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, കുറേ സമയം വലിയ തിരക്കായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, എന്തായാലും പാപ്പാഞ്ഞി ഇപ്പോൾ പൂർണ്ണമായും തന്നെ കത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇനി ചില ഭാഗങ്ങൾ മാത്രമാണ്, അത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായും കത്തിയിരിക്കും. ഇനി ഫോർട്ട് കൊച്ചിയിലെ നിലവിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ വർഷമൊക്കെ വലിയ തിരക്ക്, അതായത് ഈ പാപ്പാഞ്ഞിയെ കത്തിച്ച് ഉടനെ തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള വലിയ തിരക്കും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അത് വലിയ അപകട സാഹചര്യത്തിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നൊരു രംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. അതൊഴിവാക്കാനായി ഇത്തവണ പ്രത്യേക സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇനി പുലർച്ചെ 4 മണി വരെ ഇവിടുത്തെ പ്രോഗ്രാമുകൾ തുടരും. അതായത് ഈ വേദിയിലുള്ള പ്രോഗ്രാമുകൾ പുലർച്ചെ 4 മണി വരെ നീണ്ടു നിൽക്കും. ആ 4 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ആളുകൾക്ക് ഘട്ടം ഘട്ടമായി പുറത്തു പോകാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തിക്കും തിരക്കും അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ അത് വലിയ തോതിൽ സഹായിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇപ്പോഴും നമുക്ക് കാണാവുന്നതുപോലെ വേദിയിൽ ഇപ്പോഴും പരിപാടികൾ തുടരുകയാണ്. മ്യൂസിക് പാർട്ടികളും അതിനുശേഷമുള്ള ചില കലാപരിപാടികളുമൊക്കെ ഇപ്പോഴും ഈ വേദിയിൽ തുടരുകയാണ്. അത് നേരത്തെ നിശ്ചയിച്ചതുപോലെ ആളുകൾ കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണ്. അത് ഒരു പരിധിവരെ വിജയം കണ്ടു എന്നുള്ളത് വേണം നമുക്ക് കാണാൻ. കാരണം കഴിഞ്ഞ വർഷം ഈ കാർണിവലിൽ പാപ്പാഞ്ഞിയെ കത്തിച്ച ഉടനെ തന്നെ ആളുകൾ പുറത്തേക്ക് ഒരുമിച്ചിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു തിക്കും തിരക്കുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ആളുകൾ ഇപ്പോഴും ഈ പരേഡ് ഗ്രൗണ്ടിൽ തുടരുകയാണ്. അവർ ആ ഗാന സന്ധിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ആ ഒരു ഓളത്തിനൊപ്പം അവരിപ്പോഴും ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുലർച്ചെ 4 മണി വരെ നീളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും മറ്റ് വാഹന ഗതാഗതങ്ങൾക്കൊക്കെ ഇപ്പോഴും തുടർച്ചയായ അനുമതി നൽകുക. ഇപ്പോഴും ഈ കരിമരുന്ന് പ്രയോഗമൊക്കെ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയുടെ പല പ്രദേശങ്ങളിലെ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ മലയാറ്റൂർ, ഒപ്പം കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങൾ, മറൈൻ ഡ്രൈവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വിപുലമായ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കലും ഫോർട്ട് കൊച്ചി മാത്രമല്ല കൊച്ചിയുടെ ഒരു ന്യൂ ഇയർ സ്പോട്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.
ഒരുപക്ഷെ ഇവിടെ ഈ യുവാക്കളായ ആളുകളും വിദ്യാർത്ഥികളും ഒക്കെ ഒരുപാട് എത്തുന്നുണ്ടെങ്കിൽ മലയാറ്റൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ അവിടെ കുടുംബങ്ങളായി എത്തുന്ന അത് ഫാമിലിയായി എത്തുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റോറി നമ്മുടെ ഒരു മലയാറ്റൂർ പോയി നമ്മൾ നേരിട്ടൊരു സ്റ്റോറിയൊക്കെ എടുത്തതാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ഫാമിലി ആയാണ് എന്നുള്ളതാണ് മലയാറ്റൂരിൽ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകത. ഈ ഫോർട്ട് കൊച്ചി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായ ആളുകൾ എത്തുന്ന ഒരു ന്യൂ ഇയർ സ്പോട്ട് എന്ന് പറയുന്നത് എറണാകുളത്തുള്ളത് മലയാറ്റൂരാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഡിസംബർ 31-ാം തീയതി എത്തുന്നുണ്ട്. അവിടെ കൂടുതലായും ഫാമിലിയെ പ്രതിനിധീകരിച്ചുണ്ട് അല്ലെങ്കിൽ കുടുംബങ്ങളായി എത്തുന്നവർക്ക് മുഖ്യമായും ആഘോഷം നടത്താനുള്ള ഒരു സ്പേസാണ് ഈ മലയാറ്റൂരിൽ നൽകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല. ആർക്കും എത്താം, ആർക്കും ആഘോഷിക്കാം, എത്ര നേരം വേണമെങ്കിലും ആഘോഷിക്കാം. അതായത് പുലർച്ചെ 4 മണി വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് തിരിച്ചിറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുവരെ കലാപരിപാടികളും തുടരും. ഇപ്പോഴും ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നിശ്ചിതമായ ആളുകൾ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ പതിയെ അഴിഞ്ഞു തുടങ്ങും. അവർക്ക് സ്വന്തം വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.